എടാ ഞാൻ പേയ്മെന്റ് ചെയ്യാവേ. എന്നാ ഞാൻ പോയി കൈകഴുകിട്ട് വരാം. ചേച്ചി എത്ര രൂപയായി? എല്ലാം കൂടി ചേർത്ത് 2 കോഫിയും 2 ഷുഗർ ഡോണറ്റും അല്ലേ? ആണാണാണ്. 250. 280. ഓക്കെ ചേച്ചി, ഇതാ പൈസ ഇവിടെ വെച്ചിട്ടുണ്ടേ. ബാക്കി 500 രൂപ ഞാൻ തന്നേക്കുന്ന. ബാക്കി പൈസ ഓക്കെ ചേച്ചി, ശരി. നിങ്ങൾ എന്താണ് വിചാരിക്കുന്നുണ്ടെങ്കിൽ സംഭവം എന്താന്ന് വെച്ചാ, നമ്മൾ ഇന്ന് ഒരു ലെജൻഡറി കാറിന്റെ ഡെലിവറി ആയിട്ട് എത്തിയിരിക്കുകയാണ്. അതും നമ്മുടെ റിയൽ കാർ പാർക്കിംഗ്. അത് നമ്മുടെ റിയൽ കാർ പാർക്കിംഗ്. നമ്മുടെ കാർ അവിടെ കിടക്കുന്നതാണ്, അതിന്റെ അടുത്ത് കിടക്കണ നമ്മൾ എടുക്കാൻ പോകുന്ന കാറ് ഇതല്ലാട്ടോ. പക്ഷെ ഇതല്ല, നമ്മള് കിഡുമായിട്ട് ഇറക്കിയിട്ടുണ്ട് കാറ്. കാണുമ്പോ തന്നെ ഇഷ്ടപ്പെടാൻ ചാൻസ് കൂടുതലാണ്. അപ്പൊ പിന്നെ ബാക്കി അവിടെ ചെന്നിട്ട് കാണുന്നതായിരിക്കും നല്ലത്. വാക്കുകൾ കൊണ്ട് പറയുന്നതിനെക്കാട്ടിലും കണ്ണുകൾ കൊണ്ട് കാണുന്നതല്ലേ മനോഹരം. നമുക്ക് കുറച്ച് യൂട്യൂബിൽ വീഡിയോ എടുത്ത് ഞാൻ എന്താ ഫിലോസഫറായി. വാക്കുകൾ കൊണ്ട് കേൾക്കുന്നതിനെക്കാട്ടിലും കാണുന്നതിൽ. രാവിലെ തന്നെ നമ്മുടെ ആൾക്കാരൊക്കെ എത്തിയിട്ടുണ്ട്. അപ്പൊ അവരൊക്കെ രാവിലെ മുതൽ എന്റെ ഫോൺ വിളിക്ക് ശല്യപ്പെടുത്താൻ തുടങ്ങി. അവന്മാർക്ക് വേറെ പണിയൊന്നും ഇല്ലാത്തോണ്ട് നമ്മൾ വിളിച്ച് ശല്യപ്പെടുത്തി. അല്ലെങ്കിൽ ഒരു വിളി വിളിച്ചാൽ മതി. മറ്റേ ഷോർട്സ് യൂട്യൂബിലും ഇൻസ്റ്റാഗ്രാമിലും ഒക്കെ കാണുന്നതാണ്. മറ്റേ ട്രിപ്പ് പോവാന്ന് പറയുമ്പോ ഒരുത്തം മുമ്പിൽ ഒന്ന് പെട്ടെന്ന് റെഡി ആയിട്ട് ഇരിക്കത്തില്ലേ, അതേപോലെ ഒന്ന് വരാൻ പറഞ്ഞാൽ അവിടെ എത്തും. അതാണ് ഇവന്മാരുടെ സ്വഭാവം. ഞാൻ രാവിലെ 6 മണിക്ക് ഇവന്മാരെ എല്ലാം വിളിച്ചു പറഞ്ഞു. ഈ സൗമാര് 7 മണിക്ക് മുമ്പേ തന്നെ അവിടെ എത്തി, അവിടെ റെഡിയായി, അവിടെ സെറ്റിലായി, കാറൊക്കെ പാർക്ക് ചെയ്തു അവിടെ ഇപ്പോൾ ഷോറൂമിൽ. ഇപ്പൊ 10 മണിയായി, അവന്മാര് വിളിക്കാത്ത തെറിയൊന്നുമില്ല. സത്യം, ഞങ്ങൾ ഇപ്പോഴും സിറ്റി വണ്ണ് എത്തിയിട്ടില്ല. ഇനി എത്ര പോണെന്നറിയോ അവിടെ എത്താൻ. ഈ താറിൽ പോകുമ്പോ അപ്പൊ എത്തുന്ന ദൈവത്തിനറിയാം. സൂപ്പറൊന്നും അല്ല, സൂപ്പറൊക്കെ ചെറിയ വണ്ടി അവന്മാരുടെ മുമ്പില്. പക്ഷെ നമ്മള് അടിപൊളി മോഡിഫൈ ഒക്കെ ചെയ്ത് ഇറക്കിയിട്ടുണ്ട്. നമ്മളുടെ ബെസ്റ്റ് ഫ്രണ്ട്സ് ആണ് സംഭവം. അതാണ് അവന്മാർക്ക് നമ്മൾ ഏത് വണ്ടി ഇറക്കിയാലും അവന്മാരുടെ വണ്ടിയെക്കാട്ടിലും പ്രഷ്യസ് ആണെന്നാണ് അവന്മാര് പറയാറുള്ളത്. എനിക്കറിയത്തില്ല സംഭവം. പിന്നെ അമ്മേര് നമ്മുടെ കൂടെ പഠിച്ചതാണ്. നമ്മള് +2 കഴിഞ്ഞപ്പോ പിന്നെ അമ്മയൊന്നും കാണാനേ ഇല്ല, എവിടേക്കോ പോയി. സംഭവം കഥ ഞാൻ പറഞ്ഞുതരാം, എന്തായാലും സമയമുണ്ട്. ഇത്തിരി കഥ ഞാൻ പറഞ്ഞുതരാം. എന്താന്ന് വെച്ചാൽ +2 കഴിഞ്ഞപ്പോ ഞങ്ങളിങ്ങ് വന്നു. ഞങ്ങളിവിടെ എത്തിയപ്പോ ഇവന്മാരെ 10ാം ക്ലാസ് തൊട്ട് ഇവന്മാരെ കണ്ടിട്ടില്ല. അപ്പൊ +2 കഴിഞ്ഞ് ഇവിടെ വന്ന് നോക്കിയപ്പം ആദ്യത്തെ ദിവസം തന്നെ ഞങ്ങൾ ഒരു കടയിൽ കയറിയപ്പോ ആദ്യം കാണുന്നത് ഞങ്ങളുടെ കൂടെ പഠിച്ച ആദ്യത്തെ ഫ്രണ്ടിനെ. നമ്മൾ ഈ ഡോണറ്റ് ഷോപ്പിൽ ഇങ്ങനെ പോകുമ്പോ അപ്പൊ അങ്ങനെയാണ് ഞങ്ങൾ മനസ്സിലാക്കി 10ാം ക്ലാസ് കഴിഞ്ഞപ്പോഴേ ഇവന്മാര് നാട് വിട്ടതാ. റിച്ച് ഐറ്റങ്ങളാണ് കേട്ടാ ബ്രോ. ഇപ്പൊ നമ്മളൊരു ടെസ്റ്റ് കളിച്ചിരുന്നു. അങ്ങനെ നമുക്കൊരു ടെസ്റ്റ് പോകുന്ന വഴി കിട്ടി. കാർ പാർക്കിംഗ് മൾട്ടിപ്ലർ ദൈവങ്ങളെ നന്ദി. അതെ, ഇവിടെ ചെസ്റ്റ് ഒക്കെ പുതു ട്രഷറാണാ അറിയില്ല കേട്ടാ, പെട്ടെന്ന് കണ്ടില്ല. എനിക്ക് തോന്നുന്നു ഇത് ട്രഷറാണ്. ഈ ട്രഷർ കാർ പാർക്കിംഗ് ദൈവങ്ങൾ വല്ലപ്പോഴും മറ്റേ കല്യാണ പെണ്ണിനെ കണക്കെ ഇറക്കാറുള്ളൂ. അതായത് വന്ന് നാണിച്ചിരിക്കും, ഒരു 10 സെക്കൻഡ് കഴിയുമ്പോ അങ്ങ് പോകും. അതെയാണ് മറ്റേ വാൽനക്ഷത്രമൊക്കെ പോത്തില്ലേ, അതേപോലെ. അതേപോലെ തന്നെ കൊറേ കഴിയുമ്പോ വരും. അതുവരെ നമ്മളിങ്ങനെ വായി നോക്കി നടക്കണം. ഡെയിലി ടാസ്ക് കംപ്ലീറ്റ് ചെയ്യുന്ന ആൾക്കാരാണെങ്കിൽ മനസ്സിലാക്കാം അതിന്റെ ബുദ്ധിമുട്ട്. ഇപ്പൊ മൗണ്ടൻ എത്തിയിട്ടേ ഉള്ളൂ, ഇനി ട്രോപ്പിക്കിലോട്ട് എത്ര പോവാനുണ്ട്. ഇനിയിപ്പോ ട്രോപ്പിക്ക് എത്തിയിട്ട് കാണാം. എനിക്കറിയാം ഞങ്ങൾ ട്രാവൽ ഫുള്ള് കാണിക്കുന്നില്ല, കാരണം നിങ്ങൾക്ക് തന്നെ അറിയാം അത്യാവശ്യം നല്ല ലെങ്ത് തൊട്ട്. അപ്പം അവിടെ കാണാം. 5 hours later. നീയൊക്കെ എപ്പോഴാണ്ടാ കേറി വരണേ? മനുഷ്യനെ ഉറക്കം മനുഷ്യനെ വിളിച്ചു വിളിച്ചിരിക്കുന്നു. എടാ മോറോ, നീ ഒന്ന് അടങ്ങ്. നിന്റെ അടുത്ത് 7 മണിക്ക് ഇവിടെ വരാൻ പറഞ്ഞോ? നീയല്ലേ വന്ന്. നീയൊക്കെ വിളിക്കുമ്പോ 7 മണിക്ക് ഇവിടെ എത്തുന്നുണ്ട്. നീയൊക്കെ എത്തുന്നുണ്ടാ? എടാ 7 മണിക്ക് വരാനല്ലല്ലോ ഞാൻ പറഞ്ഞത്. ഞാൻ നിന്നെ ഇൻവൈറ്റ് ചെയ്തെന്നല്ലേ ഉള്ളൂ. എനിക്ക് ഇവനോട് സംസാരിക്കാൻ പറ്റും. നെക്സ്ട്രോ അന്വേഷിക്കുന്നു. സുഖല്ലേ? ഞാൻ വക്കീലായിട്ട് വരാം. ശരി എന്നാ. ചക്കൻ എന്നെ എടാ മോറോ എന്താ പോടാ നെക്സ്ട്രോ.
ചെക്കൻ. ഇവൻ പണ്ടേ എങ്ങനെയാണ് ഗൈസ്. നെക്സ്ട്രോ നീ കുറച്ച് അവനെ പറഞ്ഞ് ദേഷ്യക്കാരനാ. സമാധാനിപ്പിക്കും. ഞാൻ വക്കീലുമായിട്ട് വരാം. എടാ മോറോ ഇതാ ക്രാസോ വക്കീലിനെ വിളിക്കാൻ പോയിക്കുന്നു. ആരെയും വിളിച്ചിട്ടോ എനിക്ക് പൊള്ളില്ല നിങ്ങളുടെ അവന്മാര് ഭയങ്കര ചൂടിലാണ്. ഇവിടെ കാർ റിവീലിംഗ് എന്ന് പറഞ്ഞ് വിളിച്ചു വെച്ചിട്ട് കുറെ നേരം ആയോണ്ട് ഇവിടെ അതിന്റെ ഇടയ്ക്ക് കൂടെ ഒരുത്തൻ പുട്ടച്ചോടെ നടത്തുന്നത് 3 ലക്ഷത്തിനിട്ട് BMW M5 വിൽക്കുന്നു. അപ്പൊ നേരെ കാണുന്ന 2 പുലിക്കുട്ടികളെ കണ്ടോ? അതാണ് നമ്മുടെ കാർ. M5 ഏതാ? M5 പണ്ടത്തെ M5 ആണ്. പണ്ടത്തെ 5 സീരീസ് 530D അതോ ആണ്. എന്തെങ്കിലുമൊക്കെ ആവട്ടെ. നമ്മളെ രണ്ടുപേരുടെ വണ്ടിയിൽ കാർബൺ ഫൈബർ കാര്യങ്ങളൊക്കെ ചെയ്തിട്ടുണ്ട്. അപ്പൊ ഈ കാർബൺ ഫൈബറിന് ഞങ്ങൾ ചെയ്ത എഫേർട്ടിന് ഇരിക്കട്ടെ ലൈക്ക്. ഓക്കെ, അപ്പൊ അതിനു വേണ്ടി ഒരു ലൈക്ക്, ഒരു ഷെയറും, ഒരു കമന്റും, ഒരു സബ്. എല്ലാ പ്രൈസ് ഈ വണ്ടീനെക്കാട്ടിലും പ്രൈസ് ഈ കാർബൺ ഫൈബറിന്. ആര് പറഞ്ഞു? വണ്ടിക്ക് 1 എത്ര ലക്ഷം ഇല്ല, 1.72 ലക്ഷമാണ് ഈ വണ്ടിയുടെ. പഞ്ചിന് പറഞ്ഞതാ. ഓക്കെ, അപ്പം ഒരു പഞ്ചിന് പറഞ്ഞാ. പക്ഷെ എന്നാലും കാർബൺ ഫൈബറിന് നല്ല വിലയായിട്ടാ. രണ്ടും കൂടി ചേർത്തപ്പോ ഏകദേശം ഈ കാറിന്റെ അടുത്ത് വന്നു. ഈ കാറിന്റെ ഫുൾ ലുക്ക് മറ്റേ ഹണീബി എമറാൾഡ് ഈ ഷോർട്സ് ഇറക്കിയാണൊക്കെ ഞങ്ങൾ ഇറക്കുന്നതായിരിക്കും ഒരു PC ഒക്കെ. അതെ അതെ, പക്ഷേ അതിപ്പോഴൊന്നും കാണത്തില്ല. ഇതിന്റെ ഫുൾ ലുക്ക് ഞങ്ങൾ ഇപ്പൊ ക്യാമറയിലൊന്നും എടുത്ത് കാണിക്കല്ല. കാരണം എന്താ വെച്ചാൽ അതിനുള്ള സമയമൊന്നും ഇല്ല. അപ്പൊ എന്തായാലും ഞങ്ങൾ ഇത് ഇവിടുന്ന് കാണിക്കാം. ഇങ്ങനെ നമ്മുടെ ഇത് വഴി ഏതാ ഷോർട്സ് വഴി. അത് എപ്പോഴാന്ന് വെച്ചാൽ വെക്കേഷൻ ഒക്കെ കഴിയുമ്പോ. വെക്കേഷൻ ഒക്കെ കഴിയുമ്പോ ഇവിടെ മോറോ ഒക്കെ എവിടെയോ പോയിട്ടാ ചെക്കൻ ദേഷ്യപ്പെട്ട് പോയി. 55 സ്റ്റക്ക് ആവണു. എനിക്ക് ബോണറ്റ് തുറക്കാൻ പറ്റില്ല. അത് എനിക്ക് കുറെ വണ്ടിയുടെ ബോണറ്റ് അങ്ങനെ തുറക്കാൻ പറ്റത്തില്ല. അപ്പം കുഴപ്പമില്ല. അപ്പൊ ബോണറ്റ് ഒന്നും തുറക്കണ്ട. നമ്മുടെ സൂപ്ര എടുത്തല്ലേ ഉള്ളൂ. ബോണറ്റ് ഒക്കെ തുറന്നുള്ളത് ഷോർട്ട്. ബോണറ്റ് തുറക്കാൻ പറ്റാതെ എന്റെ ബോണറ്റ് സൂപ്രയുടെ ആകെ ഇഷ്ടപ്പെടാത്തൊരു കാര്യം എന്താണെന്നറിയാവോ? അത് ഇതിന്റെ ലൈറ്റ് ആണ്. ഞങ്ങൾക്ക് ഈ ലൈറ്റ് ഇഷ്ടമില്ല. ഒരുമാതിരി പഴയ ബസ്സിന്റെ ലൈറ്റ് കൊണ്ട് ഇത്തിരി ചേഞ്ച് വരുത്തിയിട്ടുണ്ടെന്നേ ഉള്ളൂ അല്ലേ? കുഴപ്പമില്ലാന്ന് പറയാം. ബോണറ്റ് തുറക്കാൻ പറ്റാതെ എന്താ സെറ്റിംഗ്സിലും എല്ലാം മാറി കിടക്കുവാണോ എന്റെ? ഞാനവിടെ അതിന്റെ ബൂട്ട് തുറന്നു വെച്ചിരിക്കുക. എനിക്ക് ഒരു വണ്ടിയുടെ ബോണറ്റ് തുറക്കാൻ പറ്റത്തില്ല. ബ്രോ എന്തെങ്കിലും സെറ്റിംഗ്സ് ഇട്ടിട്ടുണ്ടോ? അത് പറഞ്ഞു തരാമോ? ഞാൻ ഇട്ടിട്ടൊന്നുമില്ല. ഓക്കെ, അപ്പോ ഞാനിവിടെ ഇന്നത്തെ എന്റെ പുഷപ്പ് എഫേർട്സിന് വേണ്ടി ലൈക്ക് അപ്പൊ ഞാനും കുറച്ച് അങ്ങനെ നെക്സ്റ്റ് മാത്രം പുഷപ്പ് കാണിച്ച് എങ്ങനെ റെഡിയാവും? അപ്പൊ ഞാനും വ്യൂവിന്റെ വീഡിയോ ഇട്ടിട്ടുണ്ടെങ്കിൽ പക്ഷെ ആരും ഒരു റെസ്പോൺസും ഇല്ല. അപ്പൊ ക്യൂഎൻഎ വേണം. നിങ്ങൾ തന്നെ പറ. ആരും ഞങ്ങൾ രണ്ടുപേരുടെ ചാനലിൽ ഒരു റെസ്പോൺസും ചെയ്തില്ല. ഇനിയിപ്പോ ഈ ഒരു വീഡിയോയില് താഴെ കമന്റ് ചെയ്തേക്ക് നിങ്ങള്. ഈ ഒരു വീഡിയോ ഒക്കെ ചിലപ്പോ വ്യൂസ് കൂടുതലാണെങ്കിലും. അപ്പൊ എനിക്ക് തോന്നുന്നു ഇനി ഒരു വർഷത്തേക്ക് ഇത് തന്നെയാണ് ഈ നമ്മുടെ പുലിവാഹനം, അതായത് നമ്മുടെ ബാഹുബലി വാഹനം. ഇനി ഞങ്ങള് വണ്ടി വാങ്ങുകയാണെങ്കിൽ അറ്റ്ലീസ്റ്റ് ഞങ്ങൾക്ക് ഒരു 8 ലക്ഷം വേണം. 8 ലക്ഷം വേണം. 8 ലക്ഷം അത്രയൊക്കെ ആവട്ടെ ഗൈസ്. എന്നിട്ടേ ഇനി വണ്ടി വാങ്ങത്തുള്ളൂ. ഇനി വാങ്ങുന്നുണ്ടെങ്കിൽ അതെന്തായാലും ഞങ്ങൾ ഇത് വാങ്ങത്തില്ല. ഏതാ വേറെ വണ്ടി ഒന്നും വാങ്ങത്തില്ല. M5 മാത്രമേ വാങ്ങൂ. അത് ഞങ്ങളുടെ വാക്കാം. പക്ഷെ M5 അല്ലെങ്കിൽ വേറെ ഏതെങ്കിലും ഒരു BMW ഉറപ്പാണ്. അപ്പൊ ഗൈസ് ഈ 2 സൂപ്രയുടെ ഒരു റിവ്യൂ നിങ്ങൾ പറയുക. പിന്നെ നമ്മുടെ വീഡിയോസ് എങ്ങനെയുണ്ടെന്നുള്ള കാര്യങ്ങൾ പറയുക. പിന്നെ ഈ നമ്മുടെ സൂപ്രയ്ക്ക് പേരെന്താണുണ്ടെന്ന് നിങ്ങളുടെ സജഷൻസ് കമന്റ് ചെയ്യാ. അപ്പം നമ്മുടെ ഈ സൂപ്രയുടെ പേരൊന്നും നമ്മൾ ഇടുന്നില്ല. എന്നാലും വിളിക്കാൻ വേണ്ടി ഒരു പേര് വേണ്ടേ? എന്തായാലും നമ്മുടെ സൂപ്രയുടെ പേര് ക്രാസോ നെക്സ്ട്രോ എന്ന് തന്നെയാണ്. വേറെ മാറ്റമൊന്നും ഇല്ല. എന്നാലും നിങ്ങളൊന്ന് കമന്റ് ചെയ്തേ. പിന്നെ 2 സൂപ്രയുടെ ലുക്കുകൾ എങ്ങനെയുണ്ടെന്ന് പറയുക. ഇനി ഇതിന്റെ അകത്ത് ഏത് സ്റ്റിക്കർ ഒട്ടിക്കണം, എന്തോ ഒട്ടിക്കണം, ആർട്ട് ചെയ്യണോ അതൊക്കെ പറയുക. അപ്പം ഇതിന്റെ ഇന്റീരിയർ ഞാൻ ജസ്റ്റ് ഒന്ന് കാണിച്ചു തരാം നിങ്ങൾക്ക്. അപ്പൊ ഇന്റീരിയർ ഞാൻ ഡൗൺലോഡ് ചെയ്തിട്ടുണ്ട്. അപ്പൊ ഞാൻ ജസ്റ്റ് ഒന്ന് കാണിച്ചു തരാം. ഇതാ കണ്ടോ ഗൈസ്, പ്രീമിയം സീറ്റ് എന്ന് പറഞ്ഞാൽ പ്രീമിയം സീറ്റ്. ഇതാ തിരിഞ്ഞ് എന്റെ തല 360 തിരിയും. അത് ഒരു വെറൈറ്റി മനുഷ്യനാണ്. അത് കാരണം എക്സസൈസ് ഒക്കെ ഉണ്ടാകണ്ടേ. പിന്നെ ഗൈസ് അതാണ് നമ്മുടെ മറ്റേ എന്തോ സാധനങ്ങൾ വെക്കുന്ന സാധനം, മറ്റേ
ആവശ്യമുള്ള സാധനങ്ങളൊക്കെ വെക്കത്തില്ലേ അത്. അപ്പൊ ഗൈസ് ഒരു പ്രീമിയം സ്പോർട്സ് കാർ സീറ്റും അകം മൊത്തം പ്രീമിയം ആണെങ്കിൽ പുറം മൊത്തം പ്രീമിയം തന്നെ. പക്ഷെ ലൈറ്റ് മാത്രം എനിക്ക് ഇഷ്ടപ്പെട്ടിട്ടില്ല. എനിക്ക് അതിനോട് ഇപ്പോഴും വെറുപ്പാണ് അല്ലേ? അതെ അതെ, എനിക്ക് പിന്നെ സൂപ്പറായത് കാരണം കുഴപ്പമില്ല. പിന്നെ എനിക്ക് കണ്ട് ശീലമായി. പിന്നെ ടയറൊക്കെ നമ്മൾ വേറൊരു രീതിയിലൊക്കെ സെറ്റ് ചെയ്ത് വെച്ചിട്ടുണ്ട്. ഒരു സ്പോർട്സ് കാർ തന്നെയാണ്. പിന്നെ ഹെഡ്ലൈറ്റ് വേണമെങ്കിൽ ഒന്ന് ഓണാക്കി കാണിച്ചു തരാം. എന്താ ഹെഡ്ലൈറ്റ് ഓൺ ആയില്ലേ? ആ ഓണായി, ഇതാ കണ്ടല്ലേ, ഇതാണ് ഹെഡ്ലൈറ്റ് ഓൺ ആയി. ഞാൻ ഹെഡ്ലൈറ്റ് ഓണാക്കാം. ബ്രോ ഹെഡ്ലൈറ്റ് ഓൺ ഇങ്ങനെ ചരിഞ്ഞ് നടക്കുമ്പോഴാണ് നല്ല രസമുണ്ട്. ഇങ്ങനെ ചരിഞ്ഞ് ഇങ്ങനെ നടക്കുന്നത്. നമ്മുടെ രണ്ടുപേരുടെ വണ്ടിയുടെ കാര്യങ്ങളെല്ലാം നിങ്ങൾ താഴെ കമന്റ് ചെയ്യുക. വീഡിയോ ഇഷ്ടപ്പെട്ട ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക, സബ്സ്ക്രൈബ് ചെയ്യുക. നെക്സ്റ്റ് സൈനിങ് ഓഫ്.